പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് നാടൻ പലഹാരമായ അച്ചപ്പമാണ്. അത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയുകയാണ്. ഒന്ന്, അത് മാവ് കലക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെള്ളം പാകത്തിനായിരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അച്ച് ചൂട് കൂടുതലായാലും കുറഞ്ഞാലും അച്ചപ്പുണ്ടാക്കാൻ പ്രശ്നമാണ്. കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുപോരാൻ പാടാണ്, കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചിലേക്ക് മാവ് പിടിക്കാൻ പാടാണ്. ഇത് രണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. ഇതിനെ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വേണ്ടി നോക്കാം. മൈദ 1/2 കിലോ, ഒരു മുട്ട നന്നായി ഉടച്ചെടുത്തത്, എള്ള് 1 ടേബിൾ സ്പൂൺ, പഞ്ചസാര 200 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന് 1 നുള്ള്. പഞ്ചസാര അവരവരുടെ രുചി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് കലക്കി കഴിഞ്ഞ് മാവ് കലക്കി എടുത്തതിന് ശേഷം നാക്കത്ത് വെച്ച് തൊട്ട് നോക്കിയാൽ കറക്റ്റ് മധുരം അറിയാം അവരവരുടെ. അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ മൈദ ഇട്ട് അതിനൊപ്പം പഞ്ചസാര, ഉപ്പ്, ഒരു മുട്ട മൊത്തമായിട്ട് കലക്കി ഇത് നമുക്കെല്ലാം ഇട്ടിട്ട് ആദ്യം വെള്ളം ഒഴിച്ചൊന്ന്, അധികം വെള്ളം കൂടുതൽ ഒഴിക്കരുത്, വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. എന്ന് വെച്ചാൽ മൈദ കൊണ്ട് എപ്പോഴും കൈ കൊണ്ട് കളിക്കുക കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒരു പാകമായിട്ടുണ്ട്. ഇനി ഞാനത് മിക്സിയിൽ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കുക. നമ്മുടെ മാവ് അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. വേണ്ട, ഇനി ഇതിലേക്ക് നമ്മൾ എള്ള് പ്രത്യേകം ശ്രദ്ധിക്കുക. എള്ള് മിക്സിയിൽ ഇതെല്ലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം ചേർക്കാവൂ, അല്ലെങ്കിൽ എള്ള് പൊടിഞ്ഞു പോകും. ഇതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി വേണ്ട വെള്ളവും അതിൻ്റെ പാകവും നോക്കുന്നതാണ്. ഒരു സ്പൂൺ എടുത്ത് നിങ്ങൾക്ക് എളുപ്പം പാകം നോക്കാനായിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ശേഷം ഇതല്ല, ഇതേപോലെ തേൻ വീഴുന്ന പോലെ വീഴുകയാണെങ്കിൽ കറക്റ്റ് പാകമാണ്. ഞാനിപ്പോൾ കറക്റ്റ് പാകത്തിന് എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ പാകം. വെള്ളം കൂടിയാലും കുറഞ്ഞാലും അച്ചപ്പം ശരിയാവില്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇത് വറക്കാൻ നേരത്ത് നമ്മൾ ചിലപ്പോൾ വീണ്ടും വെള്ളം ചേർക്കേണ്ട വരും, ചിലപ്പോൾ കുറുക്കേണ്ട വരും. അതൊന്നും നോക്കിയാൽ, പക്ഷെ ഇത് എൻ്റെ അറിവിൽ ഇത് ഏകദേശം കറക്റ്റാണ്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഒരു പ്രത്യേകം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കലക്കി കഴിഞ്ഞ് 1 നിമിഷം പോലും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് വറുത്ത്. നമ്മളൊരു ചീനച്ചട്ടി തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പാനൊന്നുമല്ല, നോൺ സ്റ്റിക്ക് പാൻ ഒരുപാടുണ്ട്, പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ബോധ്യപ്പെടണമെന്നില്ല. പക്ഷെ ഞാൻ ആദ്യത്തെ വീഡിയോകളിൽ കുറേ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് കണ്ടപ്പോൾ അതൊക്കെ എല്ലാം ഒഴിവാക്കി. ഇപ്പോൾ നമുക്ക് എണ്ണ ഒന്ന് ചൂടായെന്ന് നോക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ അച്ചപ്പം ചൂടുന്ന അച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം ആദ്യം തന്നെ. പിന്നെ പലരും പല രീതിയിൽ ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കും, ചിലർ അരിപ്പൊടി ചേർക്കും. ഇത് രണ്ടും ചേർക്കുന്നത് നല്ലതാണ്, പക്ഷെ ഇതൊന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാലം അത്രയായിട്ടും. അതിന് ക്രിസ്പി അല്ല എന്ന് പറയുന്നവർക്ക് ക്രിസ്പി ആണെന്ന് കാണിച്ചു തരാനുള്ള അത് ഞാൻ കാണിച്ചു തരാം. ഇത് മറ്റൊരു രീതിയിലും സമയം പോകുന്നില്ല. ഇത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് അച്ചപ്പത്തിൻ്റെ അച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ
നമുക്കെടുത്ത് വറുത്ത് തുടങ്ങാം. ഇനി വീണ്ടും ആ അച്ചൂര് ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ വീണ്ടും എടുക്കുക. നമുക്കൊരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കും. ആ സൗണ്ടാണ് അതിൻ്റെ പാകം. നേരെ ആക്കിയിടാതെ കുഴപ്പമില്ല. ഒന്ന് പതുക്കെ ചൂടാവണത്. ഇപ്പം ആദ്യം ഉണ്ടാക്കുമ്പോൾ അത് കൃത്യമായിട്ട് വരണമെന്നില്ല. കുറച്ചാണ്ട് ആയി കഴിയുമ്പോൾ ശരിയാവുള്ളൂ. ആണോ? ഇതുപോലെ നമ്മൾ ഓരോ പ്രാവശ്യം ഇടുമ്പോഴും നമ്മൾ അല്പം നേരം വെച്ചതിന് ശേഷം ഇടാം. ഒരു 4 ലെവൽ വറക്കാൻ പറ്റും. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് രണ്ടാമത് ചൂടുന്നതിന് മുമ്പ് ഇനി നമുക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. തീയൊക്കെ പാകത്തിന് വെച്ച് കൊടുക്കുക. എല്ലാവരും സാധാരണ വറക്കുന്ന ഒരു പാകം. ഒന്നും ആയിട്ടില്ല കേട്ടോ, ഒന്നും കൂടി ആവാനുണ്ട്. ഞാനിപ്പോൾ ഇത് ഒന്ന് മറിച്ചിട്ടുന്നുള്ളൂ. നന്നായിട്ട് 2-3 രീതി നന്നായിട്ട് മുരിച്ചെടുക്കുക. ഒരു മീഡിയം രീതിയിൽ മുരിച്ചെടുക്കുക. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ, ടേസ്റ്റിനനുസരിച്ച്. ചിലർക്ക് ഇത്തിരി കൂടി കൂടുതൽ മുരിഞ്ഞത് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് നന്നായിട്ട് മുരിഞ്ഞ് കഴിക്കുന്നതാണ് ഇഷ്ടം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക രുചി തന്നെയാണ്. ചിലർക്ക് അത്ര മുരിയാനും ഇഷ്ടമല്ല. പിന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, അരി ഉപയോഗിച്ചുണ്ടാക്കുന്നതിൻ്റെ അത്ര ഭംഗി, ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല. ഭംഗി അരി ഉണ്ടാക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ ആ ഷേപ്പ് ഒന്നും മാറിപ്പോവില്ല. ഇതിൽ ഷേപ്പ് മാറും എന്നുള്ളൊരു ഇത് മാത്രം, ന്യൂനത മാത്രമേ ഇതിനുള്ളൂ. ഇപ്പോൾ ഇത് നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. ആ കമത്തിയിടാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ മറ്റേതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ പോകാതിരിക്കാൻ കമത്തിയിട്ട് പോകില്ല. അതിങ്ങനെ കമത്തിയിട്ടിട്ട് എടുത്തിടുകയാണെങ്കിൽ അതിൻ്റെ എണ്ണയൊക്കെ പോയി കിട്ടും. ഏകദേശം ആയിട്ടുണ്ട്. അപ്പം അതുകൂടി മരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് കിടന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ കുറച്ചധികം നേരം ഞാൻ ഇട്ടിട്ടുണ്ട് ഇത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തിരി ചൂടാറി കഴിയണ ഒന്ന് പതുക്കി താവല് വീട്ടിലേക്ക് അതൊന്ന് വിട്ടുപോരാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ കൂടുതൽ പിടിക്കും അതിലേക്ക് മാവ് കയറി. അപ്പോൾ അത് അത്രയും പാടില്ല പിടിക്കാനായിട്ട്. ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതും ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അത് കുഴപ്പമില്ലാതെ വിട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് അതും വിട്ട് കിട്ടാൻ ഇച്ചിരി പാടായി. അതിന് ഒന്നുകൂടി നോക്കാം നമുക്ക്. അത് കറക്റ്റായിരിക്കും. അത് തന്നെ കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ആ സമയമൊന്നും മാറിപ്പോരുത്. അധികം ചൂടാവരുത്, ചൂട് കുറഞ്ഞും പോകരുത്. ചൂട് കൂടിയാലാണ് പ്രശ്നം. ആ അച്ച് കൂടുതൽ അതിൽ കിടന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിട്ടുപോരാൻ ഇത്തിരി പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നേരത്തെ സംഭവിച്ച അതാണ്.
കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ രണ്ട് വശങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത്തിരി സമയം എടുത്താലും കുഴപ്പമില്ല, അത് കൃത്യമായിട്ട് കിട്ടും. എന്താ ഇത് ചൂട് കൂടുതലും അല്ല കുറവുമല്ല. ചൂട് കൂടിയാൽ വിട്ടുവരാൻ പാടാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂട് തീരെ കുറഞ്ഞു പോയാൽ അച്ചിലേക്ക് പിടിക്കാനും പാടാണ്. ഈ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഈ അച്ചിലേക്ക് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂട് കുറഞ്ഞു പോയാൽ. അപ്പൊ ഇത് രണ്ടും ശ്രദ്ധിക്കും. ചൂട് കൂടാ, ഇതിന്റെ അച്ചപ്പത്തിന്റെ ഒരു ആകെയുള്ളൊരു റിസ്ക് അത് മാത്രമേ ഉള്ളൂ. കൃത്യമായ ചൂടായിരിക്കണം അച്ചിന്. ചൂട് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അച്ചപ്പം ഉണ്ടാക്കാൻ പലരും മടി കാണിക്കുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. പക്ഷെ ഞാൻ പറയും ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്ന പലഹാരമാണ് അച്ചപ്പം എന്ന് ഞാൻ പറയും. എന്ന് വെച്ചാൽ ഒരു സമയവും വേണ്ട, കലക്കുക, അപ്പം തന്നെ എടുത്ത് ചുടുക. അതുപോലെ വേറൊരു വിഭവം ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല പലഹാരം. ഇതൊരു നാടൻ പലഹാരമില്ല നമ്മൾ. അപ്പം നമ്മുടെ അച്ചപ്പം കാണുക എല്ലാവരും. നല്ല മൂത്തതും മൂക്കാത്തതും പല തരത്തിലുള്ള എടുത്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഏത് ഇതിൽ വേണമെങ്കിലും കഴിക്കാം. ഇനി നിങ്ങൾക്ക് ക്രിസ്പി അല്ലാന്ന് തോന്നുന്നവർക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. ഇത്രം ക്രിസ്പി ആയിട്ടിരുന്നാൽ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുപോലെ എല്ലാവരും വിമർശനങ്ങളും അഭിപ്രായങ്ങളും തുറന്നെഴുതുക. അടുത്തൊരു വീഡിയോ കാണും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നമസ്കാരം.